ഇന്ന് ബേസിക് സയൻസ് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ ദി ചെയിൻ ഓഫ് ലൈഫ് അഥവാ ഒറ്റയല്ല ഒരു ജീവിയും എന്ന പാഠഭാഗത്തിൻ്റെ 2ാം ഭാഗമാണ് എടുക്കുന്നത്. ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ, ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്, പേജ് നമ്പർ 17. അതായത് സസ്യങ്ങൾ സ്വന്തമായി ആഹാരം പാകം ചെയ്യുന്നു. അത് കഴിഞ്ഞ കൊല്ലം 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ്, ജലം, ലവണങ്ങൾ. അതായത് കാർബൺ ഡയോക്സൈഡ് വേണം, പിന്നെ വാട്ടർ, പിന്നെ മിനറൽസ് എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. പിന്നെയോ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതായത് സൂര്യപ്രകാശം കൂടി ഉണ്ടെങ്കിലേ ഈ സസ്യങ്ങളിൽ ആഹാര നിർമ്മാണ പ്രക്രിയ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്? കാർബൺ ഡയോക്സൈഡ്, ജലം, ലവണങ്ങൾ എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഇലകളിലെ ഹരിതകം എന്നുള്ള ഒരു വർണ്ണകം, അതായത് ഹരിതകം എന്ന് പറഞ്ഞാൽ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ആണ് സസ്യങ്ങളിലെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഓക്സിജൻ ഉണ്ടാകുന്നു. അടുത്തത് സോഴ്സ് ഓഫ് എനർജി, ഊർജം ലഭിക്കാം. ഇപ്പോൾ നമുക്ക് മനസ്സിലായി സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണെന്നുള്ളത്. അതായത് സൺലൈറ്റ് നെസസറി ആണ്, അല്ലേ? അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ് സൺലൈറ്റ്. അതായത് സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സൂര്യപ്രകാശം ആവശ്യമാണെന്ന്. അപ്പോൾ ഈ സസ്യങ്ങൾക്ക് ഈ സൂര്യപ്രകാശം, ഈ സൺലൈറ്റ് ലഭിക്കുന്നത് ഏത് ഭാഗം വഴിയാണ്? ഒരു സസ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ ഏത് ഭാഗം വഴിയാണ് സൺലൈറ്റ് ലഭിക്കുന്നത്? ഏത് ഭാഗം വഴിയാണ്? ഇലകൾ വഴി, ലീഫ് ഇലകൾ വഴിയാണ് ഒരു സസ്യത്തിന് സൺലൈറ്റ് ലഭിക്കുന്നത്. അപ്പോൾ ഈ സസ്യങ്ങളുടെ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് എല്ലാ സസ്യങ്ങളുടെ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പേജ് നമ്പർ 18 കുറച്ച് ഇലകളുടെ ക്രമീകരണം കൊടുത്തിട്ടുണ്ട്. ചെമ്പരത്തി, അതായത് ഹിബിസ്കസ്, പിന്നെ തുളസി, പിന്നെ ഏഴിലം പാല, ബ്ലാക്ക് ബോർഡ് ട്രീ, ഇംഗ്ലീഷിൽ ബ്ലാക്ക് ബോർഡ് ട്രീ എന്നാണ് പറയുന്നത് ഏഴിലം പാലയ്ക്ക്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇലകളുടെ ക്രമീകരണം ശ്രദ്ധിക്കുക. ഹിബിസ്കസ്, തുളസി, ഏഴിലം പാല, അതായത് ബ്ലാക്ക് ബോർഡ് ട്രീ. അപ്പോൾ ഇതൊക്കെ ഒരു ഹിബിസ്കസിൻ്റെ ഇല എങ്ങനെയാണ്? ഒരു ഇലയ്ക്ക് നേരെ താഴെ അടുത്ത ഇല, അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ബ്ലാക്ക് ബോർഡ് ട്രീ, ഏഴിലം പാലയുടെയോ ഒരു ഞെട്ടിൽ ഒന്നിൽ കൂടുതൽ ഇലകളുണ്ട്. അതുപോലെ ഇലകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തുളസിയുടെ ഇല എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇതേപോലെയുള്ള ഇലകൾ വരുന്ന ചെടികൾ, ഇതേപോലെ തന്നെ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്ന ചെടികൾ നിരീക്ഷിച്ചിട്ട് നിങ്ങളതിനെ കൂട്ടങ്ങളാക്കണം. അതായത് ഇപ്പോൾ ഹിബിസ്കസിൻ്റെ ഇല പോലെ വരുന്ന 3 ചെടികൾ എടുക്കുക. അപ്പോൾ ഉദാഹരണമായിട്ട് മാവ്, സൂര്യകാന്തി, തെങ്ങ്, ഇത്രയും ഹിബിസ്കസിൻ്റെ ഇലകളുടെ കൂട്ടത്തിൽ പെടുത്താം. പിന്നെ തുളസിയിൽ പെടുത്താവുന്നത് തെച്ചി, റോസ്, പേര. പിന്നെ ഏഴിലം പാല, അതിൻ്റെ കൂട്ടത്തിൽ പെടുത്താവുന്നത് കോളാമ്പി, അരളി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സയൻസ് ഡയറിയിൽ നിങ്ങൾ വരച്ച് ആൽബം തയ്യാറാക്കണം. വിവിധ സസ്യങ്ങളുടെ ഇലകളുടെ ക്രമീകരണം വരച്ചിട്ട് ഒരു ആൽബം തയ്യാറാക്കണം. അടുത്തത് ബിഹൈൻഡ് ദി ലീഫി ഗ്രീൻ, ഇലപ്പച്ചയ്ക്ക് പിന്നിൽ, അതായത് ഇലയുടെ പച്ച കളർ, ഈ പച്ച നിറത്തിന് പിന്നിൽ എന്താണുള്ളത്? ബിഹൈൻഡ് ദി ലീഫി ഗ്രീൻ. അപ്പോൾ മിക്ക ഇലകൾക്കും പച്ച നിറമാണ്, അല്ലേ? പക്ഷേ പല നിറത്തിലുള്ള ഇലകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജനറലി എന്താണ്? മിക്ക ഇലകൾക്കും പച്ച നിറം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പരിസരത്ത് നിന്നും വ്യത്യസ്ത നിറങ്ങളുള്ള ഇലകളെല്ലാം ശേഖരിക്കുക. എന്നിട്ട് ഈ ശേഖരിച്ച ഇലകളൊക്കെ ബ്ലോട്ടിംഗ് പേപ്പറിൽ വരച്ച് നോക്കണം. എന്നിട്ട് അത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതണം. ബ്ലോട്ടിംഗ് പേപ്പർ സ്കൂളിൽ ലാബിൽ ടീച്ചർ ചെയ്യിപ്പിക്കും.
അപ്പോൾ അത് വിവിധ തരം കളറുള്ള വിവിധ നിറങ്ങളുള്ള ഇലകൾ ശേഖരിച്ച് ബ്ലോട്ടും പേപ്പറിൽ ഉരച്ച് നോക്കിയിട്ട് ബ്ലോട്ടും പേപ്പറിൽ വരുന്ന നിറം നിങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതി വെക്കണം. പിന്നെ അടുത്തത് എന്താണ് ഗ്രീൻ പിഗ്മെൻറ്റ് അഥവാ വർണ്ണകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരിതകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. അതായത് ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകം, അതിനെയാണ് എന്ത് പറയുന്നത്? ഹരിതകം എന്ന് പറയുന്നത്. അടുത്തത് പല നിറം, അതായത് ഡിവേഴ്സിറ്റി ഇൻ കളർ, പല നിറങ്ങൾ. നിങ്ങളുടെ സ്കൂളിലെ ഈ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഉണ്ടാകും, അത് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ ഡിവേഴ്സിറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സും ഈ ലീവ്സ് എല്ലാം ഒബ്സർവ് ചെയ്യുക. പിന്നെ എന്താണ്? പച്ച നിറത്തിന് കാരണം ക്ലോറോഫിൽ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ മറ്റ് നിറങ്ങൾക്ക് കാരണമായ വർണ്ണകങ്ങൾ എന്തൊക്കെയാണെന്ന്, പിഗ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ മറ്റ് ചെടികളിലെ മറ്റ് നിറങ്ങൾക്ക് ചില ഇലകൾ മഞ്ഞ, ഓറഞ്ച് അങ്ങനെ പല നിറത്തിലുണ്ടാകും. ഇതിനുള്ള കാരണം എന്താണെന്നുള്ളത് നമ്മൾ അതിൻ്റെ പിഗ്മെൻറ്റ്സ്, അതിൻ്റെ വർണ്ണകങ്ങൾ ഏതൊക്കെയാണെന്ന് പട്ടിക നോക്കി കണ്ടെത്തുക. ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 20. അതിലെ നിറം റെഡ്, ചുവപ്പ്. അതിൻ്റെ പിഗ്മെൻ്റ് എന്ന് പറയുന്നത് ആന്തോസയാനിൻ. അതിലടങ്ങിയിരിക്കുന്ന വർണ്ണകം എന്ന് പറയുന്നത് ആന്തോസയാനിൻ. പിന്നെ ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെൻ്റ് എന്ന് പറയുന്നത് കരോട്ടിൻ. ഏതാണ് ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം? കരോട്ടിൻ. പിന്നെ യെല്ലോ, അതായത് മഞ്ഞ കളറിൽ സാന്തോഫിലാണ് ഈ യെല്ലോയിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെൻറ്റ്. അപ്പോൾ റെഡിൽ ആന്തോസയാനിൻ, ഓറഞ്ച് കരോട്ടിൻ, യെല്ലോ സാന്തോഫിൽ. അടുത്തതായിട്ട് ഗ്യാസസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്, അതായത് വാതക വിനിമയം സസ്യങ്ങളിൽ. ഗ്യാസസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്, അതായത് വാതക വിനിമയം. അതായത് വാതകം എന്ന് വെച്ചാൽ എന്താ? അതായത് നമ്മളിപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് പറഞ്ഞു അല്ലേ, പ്രകാശ സംശ്ലേഷണം പറഞ്ഞു. അതിനുപയോഗിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ് അല്ലേ. അതിനുപയോഗിക്കുന്ന ഗ്യാസസ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. അപ്പോൾ താഴെ ഒരു കുട്ടി ആലോചിക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് മാത്രമാണോ ഉള്ളത്? ആണോ? അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് മാത്രമാണോ ഉള്ളത്? അല്ല അല്ലേ, വേറെയും വാതകങ്ങളുണ്ട്. അപ്പം അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ്, ഈ ഗ്യാസസിൻ്റെയൊക്കെ അളവ് കാണിക്കുന്ന ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാം. നൈട്രജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്. പിന്നെ മറ്റുള്ളവ ആർഗൺ, കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ. നൈട്രജൻ, ആർഗൺ, കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ. ഈ ഓക്സിജനാണ് എല്ലാ ജീവികളും ശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഊർജ്ജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത്. സസ്യങ്ങൾക്ക് ഊർജ്ജം ആവശ്യമില്ലേ? എല്ലാ ജീവികൾക്കും ഊർജ്ജം ആവശ്യമുണ്ട് അല്ലേ. എനർജി എന്ന് പറയുന്ന എല്ലാ ജീവികൾക്കും ആവശ്യമുണ്ട്. അതിന് നമുക്ക് എന്ത് വേണം? ശ്വസനം വേണം. അതായത് ഊർജ്ജം ലഭിക്കാൻ സസ്യങ്ങളിലും ശ്വസനം നടക്കണം, ജീവികളിലും ശ്വസനം നടക്കണം. എന്താ ശ്വസനം? റെസ്പിറേഷൻ എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളിലും ജീവനുള്ള എല്ലാ വസ്തുക്കളിലും ഉള്ളതാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ശ്വസിക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്സിജനാണ് അല്ലേ. ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത്. സസ്യങ്ങൾ ശ്വസനഫലമായിട്ട് എന്ത് പുറത്തുവിടുന്നു? സസ്യങ്ങൾ ശ്വസനഫലമായിട്ട് ഓക്സിജനാണ് പുറത്തുവിടുന്നത്. പക്ഷേ അത് പകൽ മാത്രമാണ് ഓക്സിജൻ പുറത്തുവിടുന്നുള്ളൂ സസ്യങ്ങൾ. രാത്രി കാർബൺ ഡയോക്സൈഡാണ് സസ്യങ്ങൾ പുറത്തുവിടുന്നത്. അപ്പോൾ ശ്വസനഫലമായിട്ട് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസനഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അതായത് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് പകൽ സമയത്ത് സസ്യങ്ങൾ ഈ കാർബൺ ഡയോക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നു. രാത്രിയിൽ ഈ സസ്യങ്ങളൊക്കെ കാർബൺ ഡയോക്സൈഡാണ് കൂടുതലായിട്ടും റിലീസ് ചെയ്യുന്നത്, പുറത്തുവിടുന്നത്. അതെന്തുകൊണ്ടാണ്? രാത്രിയിൽ സൂര്യപ്രകാശം കിട്ടുന്നില്ല. സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സസ്യങ്ങളിൽ ഫോട്ടോസിന്തസിസ് നടക്കുകയുള്ളൂ. അടുത്തത് എന്താണ്? പിന്നെ ഇനി ഇലയെക്കുറിച്ച്, അതായത് ഇലകളിലൂടെയാണ് ഈ സസ്യത്തിനകത്തേക്ക് ഈ വായു പ്രവേശിക്കുന്നത്. അത് ഡേ ടൈമിലാണ് അധികവും അങ്ങനെ പ്രവേശിക്കുന്നത്. ഇതിനായി ഇലകളിൽ പ്രത്യേക ഭാഗം വല്ലതുമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇലകളിൽ കൂടിയാണ് വായു
സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇനി ആ ഇലകളിലെ പ്രത്യേക ഭാഗം, ഈ വായു കിടക്കുന്ന പ്രത്യേക ഭാഗം എന്താണെന്ന് പരിശോധിക്കാം. അതിന് ഇലയുടെ പാളി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കണം. അതായത് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കണം. അത് സ്കൂളിലെ ലാബിലുണ്ടാവും. അതെല്ലാം ടീച്ചർ കാണിച്ചു തരും. അപ്പോൾ മൈക്രോസ്കോപ്പിലൂടെ ഇലയുടെ പാളി നിരീക്ഷിച്ചിട്ട് അത് സയൻസ് ഡയറിയിൽ എഴുതി വെക്കണം. അപ്പോൾ ഇലകളിൽ ഒരു സൂക്ഷ്മ സുഷിരങ്ങളുണ്ട്, അതായത് പോറസ് എന്ന് പറയും. ഇലകളിൽ ഒരു സൂക്ഷ്മ സുഷിരങ്ങൾ അഥവാ പോറസ്, ഇത് സ്റ്റൊമാറ്റ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? സ്റ്റൊമാറ്റ. അപ്പം ഈ ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങൾ, ഈ പോറസ് അറിയപ്പെടുന്നത് സ്റ്റൊമാറ്റ എന്നാണ്. ഇതിലൂടെയാണ് അന്തരീക്ഷവായു സസ്യത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് വഴി അഥവാ പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. ഈ പോറസ് എന്ന് പറയുന്ന സ്റ്റൊമാറ്റ, ഇതിലൂടെയാണ് ഈ ഫോട്ടോസിന്തസിസ് വഴിയുള്ള ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. ഒന്നുകൂടെ പറയാം. ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങൾ അഥവാ പോറസ് സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു. ഇതിലൂടെയാണ് അന്തരീക്ഷവായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത്. ഈ പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. സുഷിരങ്ങൾ എന്ന് പറഞ്ഞാൽ പോറസ്. അടുത്തതായിട്ടൊരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ 22. റെസ്പിറേഷൻ, പിന്നെ ഫോട്ടോസിന്തസിസ്. ചിത്രം ശ്രദ്ധിക്കുക. സസ്യങ്ങൾ ഓക്സിജൻ മാത്രമാണോ പുറത്തുവിടുന്നത്? അല്ല, അല്ലേ? പകൽ സമയത്താണ് ഓക്സിജൻ അധികവും പുറത്തുവിടുന്നത്. രാത്രി കാലങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡാണ് സസ്യങ്ങൾ പുറത്തുവിടുന്നത്, റിലീസ് ചെയ്യുന്നത്. രാത്രി കാലങ്ങളിൽ സസ്യങ്ങൾ റിലീസ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അതിന് കാരണം രാത്രിയിൽ സൺലൈറ്റ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അടുത്തത് ആതിഥേയനും അതിഥികളും. അപ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ എന്നാണ്. എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ? താഴെ ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. അതിൽ മാവ് പറയുന്നു, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. മാവ് എന്താ പറയുന്നത്? എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ മാവിലുള്ള ഒരു ചെറിയ ചെടി പറയുകയാണ്, ഞാൻ സ്വയം ആഹാരം നിർമ്മിക്കുന്നു, പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അതായത് ഇത്തിൽക്കണ്ണി എന്ന് പറഞ്ഞാൽ ലൊറാന്തസ്. ഈ ലൊറാന്തസ് എന്താ പറയുന്നത്? സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട്, പക്ഷേ ഈ വാട്ടറും മിനറൽസും ഒക്കെ ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. പിന്നെ വാണ്ട എന്ന് പറഞ്ഞാൽ മരവാഴ. ഈ മാവിൽ തന്നെ പച്ചപിടിച്ച് വളരുന്ന മരവാഴ പറയുന്നു, എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു, പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. പക്ഷേ എൻ്റെ ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കും, പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണമെന്ന് ഈ മരവാഴ പറയുന്നു, വാണ്ട പറയുന്നു. ഇനി അടുത്തത് ഈ മാവിൽ തന്നെയുള്ള ജീവിയല്ല, ഈ ചെടി പറയുന്നു, ഞാൻ മൂടില്ലാത്ത ആളി, ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല, എനിക്ക് വേണ്ട പോഷക ഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അപ്പം മൂടില്ലാത്ത ആളി എന്ന് പറയുന്ന കസ്കട്ട. ഈ കസ്കട്ട എന്താ പറയുന്നത്? ആഹാരം ഞാൻ നിർമ്മിക്കുന്നില്ല, പക്ഷേ എനിക്ക് വേണ്ട ഈ മിനറൽസൊക്കെ ഞാൻ ഈ ചെടിയിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. അതായത് ഈ ന്യൂട്രിയൻസൊക്കെ അബ്സോർബ് ചെയ്യുന്നത് ഈ മാവിൽ നിന്നാണ്. അപ്പോൾ ഈ മാവ് പറയുന്നത് സ്വയം ആഹാരം ഞാൻ തന്നെയാണ് നിർമ്മിക്കുന്നത് എന്ന് പറയുന്നു. മാവിലുള്ള മറ്റ് 3 ചെടികൾ പറയുന്നു, അതായത് ലൊറാന്തസ് ഇത്തിൽക്കണ്ണി, പിന്നെ കസ്കട്ട മൂടില്ലാത്താളി, പിന്നെ മരവാഴ വാണ്ട. ഇവർ പല രീതിയിൽ അഭിപ്രായങ്ങൾ പറയുന്നു, അല്ലേ? അപ്പോൾ ലൊറാന്തസ് പറഞ്ഞ എന്താണ്, കസ്കട്ട പറഞ്ഞ എന്താണ്, വാണ്ട പറഞ്ഞ എന്താണെന്ന് ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിക്കുക. അടുത്തത്, അപ്പോൾ മാവിന് ജലം ലഭിക്കുന്ന എവിടെ നിന്നാണ്? മാവിന് വേരിൽ നിന്നാണ്, അല്ലേ? റൂട്ടിൽ നിന്നാണ് ജലം ലഭിക്കുന്നത്. ഇനി മരവാഴ, ഈ വാണ്ടയുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ 2 തരം വേരുകൾ, റൂട്ടുകൾ, 2 ടൈപ്സ് ഓഫ് റൂട്ട്സ് കാണുന്നുണ്ട്. എന്താണ് ഈ വേരുകളുടെ ധർമ്മമെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായിരിക്കാം? മാവിൻ്റെ ഈ തടിയിൽ പറ്റി പിടിച്ചിരിക്കാനായിട്ട്, അതായത് ഈ മാവിൻ്റെ തടിയിൽ ഈ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേരുകളുള്ളത്, ഈ മരവാഴ അഥവാ വാണ്ട. പിന്നെ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന കട്ടി കൂടിയ വേരുകൾ എവിടേക്കാണ് വളർന്നു നിൽക്കുന്നത്? അതായത് വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന, ഈ പിക്ചറിൽ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഈ മരവാഴയുടെ വേരുകൾ ഈ
തിക്ക് റൂട്ട്സ് എവിടേക്കാണ് വളർന്നു നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വേരിനെ കുറിച്ചുള്ളത് താഴെ എഴുതിയിരിക്കുന്നത് വായിക്കാം. ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. അതായത് ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ ക്ലിങ്ങിങ് പറ്റിപ്പിടിച്ച് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. പിന്നെ ഈ തിക്ക് റൂട്ട് കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കട്ടി കൂടിയ വേരുകൾ അഥവാ തിക്ക് റൂട്ട്സ് ചെയ്യുന്നത്. അതായത് എന്താണ് അബ്സോർബ് മോയ്സ്ചർ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുന്നതിനാണ് ഈ തിക്ക് റൂട്ട്സ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവ എന്തിനാണ്? വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. അതായത് ഹാബിറ്റാറ്റ് അല്ലേ. ഇവ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഹോസ്റ്റ് പ്ലാന്റ്സിനെ. എന്താണ്? ആതിഥേയ സസ്യങ്ങൾ അഥവാ ഈ ഹോസ്റ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ഓൺലി ഫോർ ഹാബിറ്റാറ്റ് അല്ലേ. വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് ഇവ ഈ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. അതായത് ഈ ഹോസ്റ്റ് പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. അതിനൊരു എക്സാമ്പിൾ, എപ്പിഫൈറ്റിനൊരു എക്സാമ്പിൾ ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഈ മരവാഴ, ഈ വാണ്ടയുടെ 2 തരം വേരിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ചെറിയ വേരുകൾ, സ്മോൾ റൂട്ട്സ്, മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. അതിൻ്റെ തിക്ക് റൂട്ട്സ് കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുന്നു. അതായത് അബ്സോർബ് മോയ്സ്ചർ. പിന്നെ ഇവ ഹോസ്റ്റ് പ്ലാന്റ്സിനെ എന്തിനാണ് ഇവ ആശ്രയിക്കുന്നത്? എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അവ ഹാബിറ്റാറ്റ്, അതായത് എന്താ ഹാബിറ്റാറ്റ്? വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് ഈ ഹോസ്റ്റ് പ്ലാന്റ്സിനെ ഇവ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. ഇനി നിങ്ങൾ ഈ എപ്പിഫൈറ്റുകൾ നിരീക്ഷിച്ച് അവയുടെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ പ്രത്യേകത മനസ്സിലാക്കണം. ഈ എപ്പിഫൈറ്റുകൾ വളരുന്നത് കൊണ്ട് ഈ ഹോസ്റ്റ് പ്ലാന്റ് ആതിഥേയ സസ്യത്തിന് ദോഷമുണ്ടാകുമോ എന്ന് നോക്കണം. ഇനി അടുത്തതൊരു ലൊറാന്തസ് ഇത്തിൽക്കണ്ണിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത്? ഈ വേരുകൾ, ഈ റൂട്ട്സ് ഇങ്ങനെ വളർന്നിരിക്കുന്നത് കൊണ്ട് ഇത്തിൽക്കണ്ണിക്ക് എന്താണ് ഗുണം? ഈ ലൊറാന്തസിന് എന്താണ് ഗുണം? ഈ വേരുകൾ ഇങ്ങനെ വളർന്നിരിക്കുന്നത് കൊണ്ട് ആതിഥേയ സസ്യത്തിൽ നിന്ന്, അതായത് ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാതങ്ങൾ സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്നു. അതായത് ഈ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് വാട്ടറും ഈ മിനറൽസും എല്ലാം അബ്സോർബ് ചെയ്ത് ഈ ലൊറാന്തസ് അഥവാ ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഈ സസ്യങ്ങൾ എന്തു പറയുന്നു? അർദ്ധപരാതങ്ങൾ അഥവാ സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് സെമി പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ? അർദ്ധപരാതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആതിഥേയ സസ്യത്തിൽ നിന്നും, ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാതങ്ങൾ ഓർ സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്നു. ഇനി അടുത്തതായിട്ട് ഒരു കസ്കട്ടയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. മൂടില്ലാത്ത ആളി, അതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ മൂടില്ലാത്ത ആളിക്ക് ഈ കസ്കട്ടയ്ക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കസ്കട്ടയ്ക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. ഇനി അടുത്തതായിട്ട് ടോട്ടൽ പാരസൈറ്റ്സ് എന്താണെന്ന് പറയാം. ടോട്ടൽ പാരസൈറ്റ്സ് ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. അതായത് കസ്കട്ടയ്ക്ക് ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാ താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാതങ്ങൾ അഥവാ ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ്? ഈ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നും പോഷക ഘടകങ്ങൾ, ഈ മിനറൽസ്, ഈ ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ വലിച്ചെടുക്കുന്ന സസ്യങ്ങളെയാണ് എന്ത് പറയുന്നത്? ടോട്ടൽ പാരസൈറ്റ്സ് അഥവാ പൂർണ്ണപരാതങ്ങൾ. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാ താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാതങ്ങൾ അഥവാ ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നും ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്ന ഇതേപോലെയുള്ള സസ്യങ്ങളെ, അതായത് ഈ കസ്കട്ട പോലെയുള്ള സസ്യങ്ങളെ ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറയുന്നു. അടുത്തത്
ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ 25. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഓൾ ലിവിങ് ബീയിങ്സ് ഇൻ നേച്ചർ ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ടു സർവൈവ്. അപ്പോൾ ശരിയാണ് അല്ലേ? പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇനി നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകളൊക്കെ നിരീക്ഷിച്ചിട്ട് ഈ പരസ്പര ആശ്രയങ്ങൾക്ക്, അതായത് ഇൻ്റർ ഡിപ്പെൻഡൻസിന് കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്തി നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതണം. അപ്പോൾ ജീവികളുടെ പരസ്പര ആശ്രയങ്ങൾക്ക് അഥവാ ഇൻ്റർ ഡിപ്പെൻഡൻസിന് കുറച്ച് ഉദാഹരണങ്ങൾ കണ്ടെത്തി സയൻസ് ഡയറിയിൽ എഴുതണം. അതായത് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇനി ലെറ്റസ് അസസ് വിലയിരുത്താം. ഒന്നാമത്തെ ചോദ്യം, ചുവപ്പ് നിറത്തോടു കൂടിയ ഇലകളുള്ള സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ചുവപ്പ് നിറത്തിലുള്ള അതായത് ആഹാരം നിർമ്മിക്കാൻ എന്ത് വേണം? ക്ലോറോഫിൽ വേണം. അപ്പോൾ ചുവപ്പ് നിറത്തിലുള്ള ഇലകൾക്ക് ക്ലോറോഫിൽ ഇല്ല, അതുകൊണ്ട് അവയ്ക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നു. ഇനി രണ്ടാമത്തത്, സസ്യം പ്രാണികൾ ഒരു ആഹാര ശൃംഖലാജാലം, ഒരു ഫുഡ് വെബ് കൊടുത്തിട്ടുണ്ട്. ആ സസ്യം, പിന്നെ പ്രാണികൾ, കൊതുക്, പ്രാണികൾ തവള, പിന്നെ തവളയെ പാമ്പ് പിടിക്കുന്നു. അങ്ങനെ കുറച്ച് ഒരു ആഹാര ശൃംഖലാജാലം കൊടുത്തിട്ടുണ്ട്. ഇതിൽ തവളകളുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പ്രാണികളും കൊതുകുമൊക്കെ പെരുകും അല്ലേ? തവളകളാണ് ഈ പ്രാണികളെയും കൊതുകുകളെയൊക്കെ തിന്നുന്നത്. അപ്പോൾ ഈ പ്രാണികളും കൊതുകുകളും ഒക്കെ പെരുകും. തവളയില്ലെങ്കിൽ പ്രാണികളും കൊതുകുകളും പെരുകും. പിന്നെ അടുത്തത് എന്താണ്? ഈ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിലെ ഒരു വാതക വിനിമയത്തിലെ ഘട്ടങ്ങൾ പൂർത്തീകരിക്കാനാണ്. പിന്നെ അതിൽ കൊടുത്തിരിക്കുന്നത് അന്തരീക്ഷവായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നു. പിന്നെ അന്തരീക്ഷവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം നടത്തുന്നു. അങ്ങനെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. അടുത്ത എന്തായിരിക്കും? അതായത് അന്തരീക്ഷവായുവിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ട് ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. പിന്നെ അതിനെന്തായിരിക്കും ഉപയോഗിക്കേണ്ട? സൺലൈറ്റ് അല്ലേ? സൺലൈറ്റും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫോട്ടോസിന്തസിസ് നടക്കുകയുള്ളൂ. അടുത്തത് പിന്നെ അവ ഫോട്ടോസിന്തസിസ് വഴി എന്താണ് റിലീസ് ചെയ്യുന്നത്? ഓക്സിജൻ പുറത്തുവിടുന്നു. അപ്പോൾ അന്തരീക്ഷവായു ഈ സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. പിന്നെ അന്തരീക്ഷവായുവിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് നടത്തുന്നു. ഈ ഫോട്ടോസിന്തസിസിന് സൺലൈറ്റ് അത്യാവശ്യമാണ്. പിന്നെ ഫോട്ടോസിന്തസിസ് വഴി ഓക്സിജൻ റിലീസ് ചെയ്യുന്നു, പുറത്തുവിടുന്നു. അപ്പോൾ ഈ പാഠം 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ഒറ്റയുള്ളൊരു ജീവിയും അഥവാ ദി ചെയിൻ ഓഫ് ലൈഫ് തീർന്നിരിക്കുകയാണ്. നിങ്ങളുടെ സയൻസ് ഡയറിയിൽ കുറച്ച് എഴുതുവാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പാഠഭാഗം നന്നായി വായിച്ച് ചിത്രങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത് സയൻസ് ഡയറി എല്ലാം പൂർത്തിയാക്കുക. ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.